ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മക്കളെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ നമ്മളൊരു മരുന്നിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ആ മരുന്ന് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി കാരണം നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരാണോ? ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു മരുന്നുണ്ട്, അതിന് നല്ലൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പുളിക്കലോടി എന്ന് പറയുന്ന സ്ഥലത്താണ്. വണ്ടൂരിൻ്റെയും നിലമ്പൂരിൻ്റെയും ഇടയിലുള്ള പുളിക്കലോടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഡോക്ടർ ഉള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ടത് എവിടെ വെച്ചാൽ എൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് കേട്ടോ. ഞാൻ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ അങ്ങനെ കണ്ടുവരികയാണ്. അപ്പോഴാണ് ഈ ഡോക്ടറെ കണ്ടുവന്നപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെ അധികം ആരും വണ്ടിൻ്റെ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ സൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അത് നല്ലൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള ശബ്ദങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. കറക്റ്റ് എൻ്റെ സൗണ്ട് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കട്ട് ചെയ്യാനൊന്നും നമുക്കിതിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ അതിനൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടറുടെ പേര് റുക്സാന ഡോക്ടറാണ് ഡോക്ടറുടെ പേര്. വണ്ടൂർ പുളിക്കലോടി എന്ന് പറയുന്ന ഡോക്ടറുടെ പേര് തന്നെയാണ് ആ ഹോസ്പിറ്റലിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഈ പുളിക്കലോടി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെയാണ് ഈ ഡോക്ടർ ക്ലിനിക്ക് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അസുഖം തുടങ്ങിയിട്ട് അലർജി എന്ന് പറഞ്ഞതിൻ്റെ അസുഖം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് മരുന്ന് ഇതിന് വേണ്ടി കുടിച്ചതാണ്. ഒരുപാട് 2-3 ഡോക്ടർ മരുന്നൊക്കെ ഞാൻ കുടിച്ചു. പക്ഷേ എനിക്ക് ഈ അസുഖമൊന്നും മാറാത്തത് കൊണ്ട് ഞാൻ ആ മരുന്നൊക്കെ നിർത്തി. 5000 റുപ്യൊക്കെയാണ് ഓരോ ഡോക്ടർമാർക്ക് ഞാൻ മരുന്നിനായിട്ട് ഞാൻ പൈസ ചിലവാക്കിക്കുന്നത്. ഒരു മാസത്തിന് ഏകദേശം 2500 റുപ്യൊക്കെയാണ് ഞാൻ ഓരോ ഡോക്ടർമാർക്ക് ഞാൻ പോയി കണ്ടത്. അപ്പോൾ അവർക്കൊന്നും ഈ മരുന്ന് കുറിച്ചിട്ട് എനിക്ക് കുറവുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ആ മരുന്നൊക്കെ നിർത്തി. ഇപ്പം ഞാൻ ഒരു മാസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇങ്ങനെ കണ്ടതാണ് ഈ ഡോക്ടറെ. ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇങ്ങനെ ഓരോ ഡോക്ടർമാരെ അലർജിനെ കുറിച്ച് ഓരോ ഡോക്ടർമാരെ ഇൻ്റർവ്യൂ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഡോക്ടറെ ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കുറിച്ച് 100% ആ ഡോക്ടർ ഈ ഒരു ഡോക്ടർ മരുന്നിന് ഗ്യാരണ്ടി കൊടുക്കുന്നതെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഞാൻ ഡോക്ടറെ പോയി ഒന്ന് കാണാൻ വിചാരിച്ചു. ഡോക്ടറെ ഫോൺ വിളിച്ചപ്പോൾ ഡോക്ടർ നേരിട്ട് വന്നുകൊണ്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ശനി ഞായറും തിങ്കളുമാണ് ഈ ഡോക്ടർ അവിടെ ഉള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഡോക്ടർ കീഴിലുള്ള ഡോക്ടർമാരാണ് ഡോക്ടറെ ക്ലിനിക്കുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എറണാകുളത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഡോക്ടർ ഞായറാഴ്ച പോയി. ഞായറാഴ്ച പോയിട്ട് എനിക്ക് ഭയങ്കര തുമ്മൽ, മൂക്ക് ചൊറിയുക, കണ്ണ് ചൊറിയുക, അതേപോലെ നമ്മളെ തൊണ്ട ചൊറിയുക, തണുത്ത വെള്ളം കുടിക്കാൻ പറ്റൂല. അതേപോലെ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞുകാലമൊക്കെ വന്നു കഴിഞ്ഞ് ജനുവരി ഡിസംബർ ആ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാരം. രാവിലെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ തുമ്മന്നേക്കരം പണി. രാവിലെ ഒന്നും പണിക്ക് തന്നെ പോകാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് ദിവസം പണിയൊക്കെ ലീവാക്കേണ്ട അവസ്ഥയൊക്കെ വന്നിക്കണം. പിന്നെ എന്താ ചോദിച്ചാൽ ഒരു കുറവുണ്ടായില്ല. തുമ്മലൊക്കെ രാവിലെയൊക്കെ നീച്ച് കഴിഞ്ഞാൽ 8, 10, 20 പ്രാവശ്യം അങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ടവൽ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ കരുതി പഠിച്ചാൽ ഇതിനൊരു മരുന്ന്, കാരണം എനിക്ക് ഗൾഫിലൊക്കെ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഗൾഫിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അസുഖം മാറാതെ, കാരണം അവിടെ AC ആണല്ലോ, അപ്പോൾ ACയിലേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അസുഖം മാറാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ നല്ല ഡോക്ടറെ കാണാൻ വിചാരിക്കും. ഒരുപാട് ദിവസം കറക്റ്റ് ഞാൻ ആ ഡോക്ടറെ മുമ്പിൽ ചെന്നാണ് എനിക്ക് ആ ഡോക്ടറെ കിട്ടിയതും. ആ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതി തന്നു. ഒരു മാസത്തിന് എനിക്ക് ആദ്യം മരുന്ന് എഴുതി തന്നു. 15 ദിവസത്തിന് ഞാൻ ആദ്യം എഴുതി തന്നു. പിന്നെ 15 ദിവസം, അങ്ങനെ ഒരു മാസം കൊണ്ട് എൻ്റെ ഈ അസുഖം മാറി എന്ന് തന്നെ എനിക്ക് പറയാം. അപ്പോൾ മരുന്ന് എന്താണുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹോമിയോൻ്റെ മരുന്നാണ് കണ്ടത്. ഇതൊരു മരുന്നാണ്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. 1ാമത്തെ ബോട്ടിൽ ഇതാണ്. 1ാമത്തെ ബോട്ടിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം കൂടിയും കുടിക്കാനുള്ള മരുന്നുള്ളതിൽ ഇത് 2ാമത്തെ ബോട്ടിൽ ഇപ്പോൾ ഞാൻ വാങ്ങി. പിന്നെ 2, 3 മരുന്നും കൂടി ഉണ്ട്. ഉണ്ടോ? പിന്നെ ഉണ്ടോ, ഇതൊരു മരുന്നാണ്. പിന്നെ ഇതൊരു മരുന്നാണ്. ഇതൊക്കെ മധുരമാണ്. ഇത് കുറച്ച് പുളിയുണ്ട്, എന്നാൽ ഓവറായിട്ട് പുളിയൊന്നുമില്ല. പക്ഷെ കുടിക്കാൻ നമുക്ക് കുട്ടികൾക്ക് കുടിക്കാൻ സുഖസുന്ദരമായിട്ട് ഈ മരുന്ന് കൊടുക്കാം. കാരണം കയ്പോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ മരുന്ന് കുടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ ഒഴിവാക്കാൻ പറ്റാത്തൊന്നുമില്ല. എല്ലാ ഭക്ഷണവും കഴിക്കുക.
ഏത് ഭക്ഷണവും കഴിക്കുകയും ചെയ്യുക. ചില പച്ചമരുന്ന് കുടിക്കുമ്പോൾ നമ്മൾ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് ഭക്ഷണം നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ പോയി കണ്ട് എനിക്ക് തന്ന മരുന്നാണ്. എനിക്ക് കറക്റ്റ് ഒരു മാസമായി ഇപ്പോൾ തന്നിട്ട്. അപ്പോൾ ഞാനൊരു മാസമായിട്ട് ഇപ്പോൾ ഈ മരുന്ന് കുടിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഈ മരുന്ന് പോയി നിങ്ങൾക്കിത് കുടിക്കാം. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, അലർജി കാരണം ബുദ്ധിമുട്ടി നിങ്ങൾ ആരും കെതിട്ട് നടക്കണ്ട. ഈ ഡോക്ടറെ പോയി കണ്ടോ. ഈ ഡോക്ടറുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൻ്റെയും നിലമ്പൂരിൻ്റെയും ഇടയിലുള്ള പുളിക്കലോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡോക്ടറുടെ ക്ലിനിക്ക് ഉള്ളത്. പിന്നെ എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡോക്ടറെ പോയി കാണണം. അലർജി കാരണം ഇനി ബുദ്ധിമുട്ടി നടക്കേണ്ട ആവശ്യമില്ല. മരുന്ന് കുടിച്ചാൽ 100% മാറും. ഗ്യാരണ്ടിയാണ്. കാരണം ഞാനൊരുപാട് 1 മാസത്തോളമായിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഈ അസുഖം മാറുന്നുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് വേണം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിൽ കുറവില്ലാതെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ നല്ല കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. കാരണം 1 മാസമായിട്ട് ഇപ്പോൾ എനിക്ക് തുമ്മലും കാര്യങ്ങളോ ഈ മൂക്ക് ചൊറിച്ചിലോ കണ്ണ് ചൊറിച്ചിലോ ഒന്നുമില്ല. നല്ല കുറവുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡോക്ടറെ പോയി കാണണം. നിങ്ങളുടെ അസുഖം മാറും. ഞാൻ ഫുള്ള് ഗ്യാരണ്ടിയാണ്. കാരണം എനിക്ക് മാറിയത് കൊണ്ട് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാണ്. കാരണം നിങ്ങൾ പരമാവധി മെസ്സേജുകൾ ഷെയർ ചെയ്യണം. മുറ്റത്തോ